ദി ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം എക്സിൽ, അതായത് പഴയ ട്വിറ്ററിൽ ഒരു നോട്ടിഫിക്കേഷൻ കണ്ടു. അങ്കിത് എന്ന ഒരാളുടെ ഒരു നീണ്ട പോസ്റ്റ്. അത് വായിച്ചപ്പം ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു വിഷമം തോന്നി. അപ്പം അദ്ദേഹത്തിൻ്റെ ആ കഥയും പിന്നെ ഇന്നത്തെ തലമുറയെക്കുറിച്ച് ഈ സമ്മർദ്ദങ്ങളില്ലാതെ കുറച്ചുകൂടി സമാധാനത്തോടെ ജീവിക്കാൻ എന്തു വേണമെന്നൊക്കെയുള്ള ചില ചിന്തകൾ പങ്കുവയ്ക്കാനാണ് ഇന്ന് നമ്മൾ ശ്രമിക്കുന്നത്. തീർച്ചയായും ഇത് അങ്കിതിൻ്റെ മാത്രം കഥയായിട്ട് കാണാൻ പറ്റില്ല. നമ്മുടെയൊക്കെ വിദ്യാഭ്യാസ രീതി, പിന്നെ സമൂഹത്തിന്റെ പ്രതീക്ഷകൾ, ഇതൊക്കെ കുട്ടികളുടെ മേൽ എത്ര വലിയൊരു ഭാരമാണ് കൊടുക്കുന്നത് എന്നതിൻ്റെ ഒരു നേർക്കാഴ്ച കൂടിയാണ് ഈ അനുഭവം. നമുക്കതിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാം. അങ്കിത് ഒരു AI ടെക്കിയാണിപ്പോൾ. 10 വർഷം മുന്നേ JEE പരീക്ഷയ്ക്ക് തയ്യാറെടുത്തതിനെക്കുറിച്ചാണ് എഴുതിയത്. IITയിൽ കിട്ടിയില്ല. അതിൻ്റെ ആ ഒരു മുറിവ് അതിപ്പോഴും മനസ്സിലുണ്ട് എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ വേദനിച്ചതെന്താന്നോ? അമ്മയൊഴികെ വീട്ടിലാരും ഏകദേശം ഒരു 3 കൊല്ലത്തോളം അദ്ദേഹത്തോട് മിണ്ടിയില്ലത്രേ. 3 വർഷം. അത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഭയങ്കരം തന്നെ. അതേസമയം അങ്കിത് തന്നെ പറയുന്നുണ്ട്, അവരുടെ തെറ്റല്ല, എനിക്ക് വേണ്ടി എല്ലാം ത്യജിച്ചതാണ്. അപ്പൊ പ്രതീക്ഷ സ്വാഭാവികമാണ് എന്ന്. ഇവിടെയാണൊരു പ്രധാന കാര്യം. അതായത് പലപ്പോഴും ഈ മധ്യവർഗ കുടുംബങ്ങളിൽ ഇത്തരം എൻട്രൻസ് പരീക്ഷകളിലെ വിജയം അതൊരു ജീവിതത്തിൻ്റെ ഒരേ ഒരു അളവുകോലായി കാണുന്നു. ഈ ചിന്ത ഇത് കുടുംബങ്ങളെയും കുട്ടികളെയും ഒരുപോലെ വല്ലാത്തൊരു പ്രഷറിലാക്കുന്നുണ്ട്. ശരിയാണ്, അദ്ദേഹം കോട്ടയിലെ അനുഭവം മാത്രമല്ല പറയുന്നത്. ഈ ബൊക്കാറോ, ജംഷഡ്പൂർ, റാഞ്ചി ഇവിടങ്ങളിലെ കോച്ചിങ് കൾച്ചറിനെക്കുറിച്ചും പറയുന്നുണ്ട്. ആഴ്ചയിൽ 2-3 കുട്ടികൾ ആത്മഹത്യ ചെയ്തിരുന്നൊരു കാലമുണ്ടായിരുന്നു എന്ന്. ഭീകരം തന്നെ. പ്രത്യേകിച്ചും ബീഹാർ, ഝാർഖണ്ഡ്, അവിടെയൊക്കെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക വഴിയായിട്ട് പല കുടുംബങ്ങളും ഇതിനെ കണ്ടിരുന്നു. അതെ, ആ ഒരു സാമൂഹിക സമ്മർദ്ദം അത് വളരെ വലുതാണ്. അതിന്റെ കൂടെയാണ് അദ്ദേഹം വേറൊരു കാര്യം പറയുന്നുണ്ടല്ലോ, മരണക്കിടക്കയിലുള്ള അച്ഛനെ കാണാൻ പോകാതെ മെഡിക്കൽ എൻട്രൻസിന് പഠിക്കേണ്ടി വന്നൊരു സുഹൃത്ത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും ഈ വ്യവസ്ഥിതിയുടെ ഒരു തീവ്രത നമുക്ക് മനസ്സിലാവും. അതായത് ലക്ഷ്യം നേടാനുള്ള ഓട്ടത്തിനിടയിൽ ഈ മനുഷ്യബന്ധങ്ങൾക്ക് അല്ലെങ്കിൽ വൈകാരികമായ ആവശ്യങ്ങൾക്ക് എന്ത് വിലയാണ് നമ്മൾ കൊടുക്കുന്നത്? ശരിയാണ്. പിന്നെ ആ കോച്ചിങ് സെന്റർ ഫീസ്, അത് കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വിഷമിച്ചൊരു കുട്ടി. ആ കുട്ടിയോട് ഡിസ്കൗണ്ട് തരാം, 1 വർഷം കൂടി ഡ്രോപ്പ് ചെയ്തോളാൻ നിർബന്ധിക്കുന്ന ടീച്ചറുടെ കാര്യം. ഇതൊക്കെ ചിലപ്പോൾ കുറച്ചു പൈസയുള്ളവർക്ക് ഇതൊരു പരീക്ഷ മാത്രമായിരിക്കും. പക്ഷേ അല്ലാത്തവർക്കോ 16-ാം വയസ്സിൽ വീട് വിട്ട് മോശം സാഹചര്യങ്ങളിൽ താമസിച്ച് ഒറ്റപ്പെട്ട് പ്രതീക്ഷകളുടെ അത്രയും വലിയ ഭാരവും പേറി. അത് തന്നെ. ഈ കോച്ചിങ് ഇൻഡസ്ട്രി ഒരു വശത്ത്, പിന്നെ രക്ഷപ്പെടാൻ ഇതുമാത്രമേ വഴിയുള്ളൂ എന്നൊരു ധാരണ, സമൂഹത്തിന്റെ സമ്മർദ്ദം എല്ലാം കൂടെ ചേരുമ്പോഴാണ് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കുട്ടികൾ എത്തുന്നത്. ഇതൊക്കെ കണ്ട് താൻ മരവിച്ചുപോയി എന്നാണ് അങ്കിത് പറയുന്നത്. അത് ഭയങ്കരമാണ്. കുട്ടികൾ പരീക്ഷാ സമ്മർദ്ദം കാരണം മരിക്കുന്ന വാർത്ത കേൾക്കുമ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല എന്നത് എത്ര ഭയാനകമാണെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ പോലും കൊമേഴ്സും ആർട്സും ഒന്നുമില്ല, JEE കോച്ചിങ് മാത്രം. അയൽപ്പക്കത്തെ PG ഹോസ്റ്റലുകളിൽ കുട്ടികളെ കന്നുകാലികളെ പോലെയാണ് കാണുന്നത് എന്നും പറയുന്നു. അവസാനം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഒരാൾക്ക് ജയിക്കാം, തോൽക്കാം, പക്ഷെ അതൊരിക്കലും മറക്കാൻ പറ്റില്ല. ഈ മരവിപ്പ് ഉണ്ടല്ലോ, ഈ ഡീസെൻസിറ്റൈസേഷൻ, അത് ശരിക്കും ആ സിസ്റ്റത്തിന്റെ ഒരു പരാജയമാണ് കാണിക്കുന്നത്. അതായത് വ്യക്തികളുടെ മാനസികാരോഗ്യം, അവരുടെ ഫീലിംഗ്സ്, ഇതിനൊന്നും ഒരു വിലയുമില്ല, പരീക്ഷാഫലം മാത്രം മതി എന്നൊരവസ്ഥ. അപ്പോ മനുഷ്യന്റെ ആ ഒരു സഹാനുഭൂതിയില്ലേ, അത് തന്നെ നഷ്ടപ്പെടും. ഇത് വളരെ അപകടമാണ്. അപ്പോ അങ്കിതിന്റെ ഈ അനുഭവം നമ്മളോട് എന്താ ആവശ്യപ്പെടുന്നത്? ഒരു മാറ്റമല്ലേ? നമ്മൾ കുട്ടികളെ വളർത്തുന്ന രീതിയിൽ അവിടെ ഒരു മാറ്റം വേണ്ടേ? സ്നേഹം, പിന്നെ അവരെ മനസ്സിലാക്കൽ, പ്രതിസന്ധികൾ വരുമ്പോൾ കൂടെ നിൽക്കാനുള്ള അതല്ലേ പ്രധാനം? മാർക്കല്ലല്ലോ. തീർച്ചയായും. ആ നിരുപാധികമായ സ്നേഹം, അൺകണ്ടീഷണൽ ലവ് എന്ന് പറയില്ലേ, അതാണ് വേണ്ടത്. ആലോചിച്ചു നോക്കൂ, പരീക്ഷയിൽ തോറ്റപ്പോൾ ആ വീട്ടുകാർ ഒന്നടങ്കം അവനെ ചേർത്തു പിടിച്ചിരുന്നെങ്കിൽ അത് കൊടുക്കുന്നൊരാശ്വാസം അത് വളരെ വലുതായിരുന്നേനെ. കുട്ടിയുടെ വില മാർക്കിലോ റാങ്കിലോ അല്ല, അവരുടെ വ്യക്തിത്വത്തിൽ, അവരുടെ ധൈര്യത്തിൽ, അവരുടെ സ്വപ്നങ്ങളിലൊക്കെയാണ് എന്ന് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തണം. വിജയത്തിന് പുതിയ അർത്ഥങ്ങൾ ഉണ്ടാകണം. അതെ, പ്രതീക്ഷകളുടെ ഭാരം താങ്ങുന്ന ഇന്നത്തെ കുട്ടികളോട്, യുവതലമുറയോട് പറയാനുള്ളതും അതാണ്. നിങ്ങളുടെ വില ഒരു പരീക്ഷാ പേപ്പറിലോ കോളേജിന്റെ പേരിലോ ഒതുങ്ങില്ല. നിങ്ങൾ ഈ കടന്നുപോകുന്ന യാത്രയുണ്ടല്ലോ, അത് തന്നെ വലിയൊരു പോരാട്ടമാണ്. നിങ്ങളുടെ കഥ ഇനിയും ബാക്കിയുണ്ട്. നിങ്ങളെ മനസ്സിലാക്കുന്നവരെ കണ്ടെത്തുക,
സ്വന്തം വഴിയിൽ ധൈര്യമായിട്ട് മുന്നോട്ടു പോവുക. എഞ്ചിനീയറിംഗും മെഡിസിനും മാത്രമല്ലല്ലോ ലോകത്തുള്ളത്. കല, സംഗീതം, സ്പോർട്സ്, സംരംഭകത്വം, സാമൂഹിക സേവനം, അങ്ങനെ എത്രത്ര മേഖലകളുണ്ട്. കുട്ടികളുടെ ആ ഒരു ജിജ്ഞാസ, അവരുടെ ക്രിയേറ്റിവിറ്റി, പിന്നെ ഈ വൈകാരികമായ കരുത്ത്, ഇതൊക്കെ വളർത്തുന്നൊരിടമായിട്ട് നമ്മുടെ സ്കൂളുകളും കോളേജുകളും മാറണം. മാനസികാരോഗ്യത്തിന് മുൻഗണന കൊടുക്കുന്ന ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കണം. അതാണ് പ്രധാനം. ശരിയാണ്. ഇതിൽ സമൂഹത്തിന് നല്ല പങ്കുണ്ട്. രക്ഷിതാക്കൾ മാർക്കിന്റെ കാര്യം ചോദിക്കുന്നതിനൊപ്പം മക്കളെ മനസ്സിനും കൂടെ കുറച്ച് ശ്രദ്ധ കൊടുക്കണം. അയൽക്കാർ ഈ വിദ്യാർത്ഥികളെ വെറും മാർക്ക് മേടിക്കുന്ന മെഷീനുകളായി കാണാതെ വ്യക്തികളായി കാണണം. സ്ഥാപനങ്ങൾ അവരാവശ്യത്തിന് സപ്പോർട്ടും കൗൺസിലിംഗും ഒക്കെ കൊടുക്കണം. ഒരു സഹാനുഭൂതി, അതാണ് വേണ്ടത്. അതെ. അപ്പോൾ അവസാനമായ ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ചോദ്യം മനസ്സിൽ വരുന്നു. അങ്കിതിനെ പോലെ ഇനിയും ഒരുപാട് പേരുണ്ടാടാം. അവരുടെയൊക്കെ അനുഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ, ഭാവിയെക്കുറിച്ച് പേടിയില്ലാതെ സ്വന്തം ഇഷ്ടങ്ങൾ പിന്തുടരാൻ, അടുത്ത തലമുറയെ സജ്ജരാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ പറ്റും, വ്യക്തിപരമായിട്ടും പിന്നെ ഒരു സമൂഹം എന്ന നിലയിലും? ഇതൊരു പ്രധാനപ്പെട്ട ചിന്തയാണ്. ഇന്നത്തെ ഈ ചർച്ച നമുക്ക് ഇവിടെ നിർത്താം. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ ചിന്തകൾ, അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ആഴത്തിൽ സംസാരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളെ പ്രചോദിപ്പിച്ച അനുഭവങ്ങളും പങ്കുവയ്ക്കാം. ഞങ്ങളുടെ ഇമെയിൽ ID ഇതാണ്: theopenmicpodcasts@gmail.com. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കുന്നു. അടുത്ത വിഷയവുമായി വീണ്ടും കാണാം.